തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന സിപിഐ തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും മന്ത്രിമാരുടെ പിടിപ്പുകേടും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായി എന്നാണ് വിമർശനം. അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായി. നവകേരള സദസ്സിലെ ധൂർത്തും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയുടെ ദുരവസ്ഥയും ജനങ്ങളെ സർക്കാരിന് എതിരാക്കി. ഹൈന്ദവ വിഭാഗത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞെന്നും ചർച്ചയിൽ അഭിപ്രായമുയർന്നു. കഴിഞ്ഞയാഴ്ച ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവിലുണ്ടായ വിമർശനങ്ങളുടെ തുടർച്ചയാണ് ഇന്നലത്തെ സിപിഐ തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ യോഗത്തിലും ഉണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയായിരുന്നു ഏറ്റവും അധികം വിമർശനം നേതാക്കൾ ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ സമീപനമാണ്, അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമാണ്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം നിറഞ്ഞ ഇടപെടലുകൾ ജനങ്ങളെ വെറുപ്പിച്ചു എന്ന പരാമർശം നിരവധി നേതാക്കളിൽ നിന്ന് ഉണ്ടായി. മുഖ്യമന്ത്രി മകൾക്കെതിരായ അഴിമതി ആരോപണങ്ങളും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണമായി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. സർക്കാരിനെതിരെ പൊതുവിലും വിമർശനം ഉയർന്നു. മന്ത്രിമാരുടെ പ്രവർത്തനം ഒട്ടും മികച്ചതല്ല, അതിൽ സിപിഐ മന്ത്രിമാരുടെ ഭേദമില്ല. സിപിഐ മന്ത്രിമാരുടെ വകുപ്പുകളിലും മോശം പ്രവണതകളും മോശം പ്രവർത്തന രീതിയുമാണുള്ളത്. ആദ്യ പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ സർക്കാർ പൊതുവിൽ നിരാശാജനകമാണ്. അതാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് നയിച്ചതെന്ന് സിപിഐയുടെ ജില്ലാ കൌൺസിൽ യോഗത്തിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രധാന കാരണങ്ങൾ ഒന്നായി ചൂണ്ടിക്കാട്ടുന്നതും ഈ ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന് നേതാക്കൾ പറയുന്നു. മറ്റൊരു കാരണമായി യോഗത്തിൽ ഉയർന്ന വിമർശനം ന്യൂനപക്ഷ പ്രീണനമാണ്. അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനമാണ് സർക്കാരും LDFും നടത്തുന്നത്. പ്രത്യേകിച്ചും പൌരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ നടത്തിയ സമരങ്ങൾ, റാലികളൊക്കെ രാഷ്ട്രീയ ക്യാമ്പയിന് അപ്പുറത്തേക്ക് മതസംഘടനകളുടെ യോഗങ്ങളായി മാറി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ എഴുന്നേൽക്കുക കൂടുതലായും മതനേതാക്കളും മതപണ്ഡിതന്മാരുമാണ്. അത് ശരിയായ കീഴ്വഴക്കമല്ല. അതാണ് തിരിച്ചടിയായത്. ഇടതുമുന്നണിയുടെ അടിത്തറയായ ഹൈന്ദവ വോട്ടുകൾ, ഹൈന്ദവ വിഭാഗത്തിന് തന്നെ ഈഴവ വോട്ടുകളും പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകളും ചോർന്നു. അത് BJPയിലേക്ക് വലിയ തോതിലും കോൺഗ്രസിലേക്കും വോട്ടുകൾ പോയി. അവിടുന്നാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം. തിരുവനന്തപുരത്തടക്കം പാർട്ടി വളരെ പിന്നിൽ പോകാൻ കാരണം, മുന്നണി വളരെ പിന്നിൽ പോകാൻ കാരണം ന്യൂനപക്ഷ വോട്ടുകളും തീരദേശ മേഖലയിലെ വോട്ടുകളും പൂർണ്ണമായും UDFിലേക്ക് പോയതുകൊണ്ടാണെന്ന വിലയിരുത്തലും യോഗത്തിലുണ്ടായി. PP സുനീറിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയതും ന്യൂനപക്ഷം എന്ന പരിഗണന വെച്ചാണ്. അത് തെറ്റായ കീഴ്വഴക്കമാണെന്ന വിമർശനം CPI നേതൃത്വത്തിനെതിരെയും യോഗത്തിൽ ഉയർന്നു. പൊതുവിൽ CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവുകളിലും കൌൺസിലുകളിലും മുഖ്യമന്ത്രിയുടെ രാജി അല്ലെങ്കിൽ മുഖ്യമന്ത്രി മാറണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയർന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്നലെ തിരുവനന്തപുരത്തും കണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും നയസമീപനത്തിൽ മാറ്റം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കെ 5 ദിവസം നീണ്ടുനിൽക്കുന്ന CPM നേതൃയോഗങ്ങൾക്കും തുടക്കം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെയും തുടരും. തുടർന്ന് 3 ദിവസമാണ് സംസ്ഥാന കമ്മിറ്റി ചേരുന്നത്. ഭരണവിരുദ്ധ വികാരമല്ല തോൽവിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും പാർട്ടി നേതൃത്വം അത് മുഖവിലക്കെടുക്കുന്നില്ല. ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കം ജനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതും തോൽവിക്ക് കാരണമായി എന്നാണ് വിലയിരുത്തൽ. കേന്ദ്ര നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നു. മോദി സർക്കാരിനെതിരായ ജനവികാരം കേരളത്തിൽ UDFന് കോൺഗ്രസിന് തുണയായി എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും അതാണ് പരാജയത്തിന്റെ പ്രധാന കാരണമെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുമ്പോഴും അങ്ങനെയല്ല കാര്യങ്ങൾ. സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം കൂടി ഉണ്ട് എന്ന വിലയിരുത്തലാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്ക് ഉള്ളത്. അദ്ദേഹം അത് പലപ്പോഴും പരോക്ഷമായി പല യോഗങ്ങളിലും പല പൊതുപരിപാടികളിലും വ്യക്തമാക്കുകയും ചെയ്തു. ആ വികാരം സംസ്ഥാന നേതൃയോഗങ്ങളിലും പ്രതിഫലിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് പുരോഗമിക്കുന്നത്. നാളെയും സെക്രട്ടേറിയറ്റ് തുടരും. 3 ദിവസം സംസ്ഥാന സമിതിയും യോഗം ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാര്യകാരണങ്ങൾ വിശദമായി പരിശോധിക്കും. ഇഴകേറി പരാജയ കാരണങ്ങൾ പരിശോധിക്കും. വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്, അത് എന്താണ് അതിന് കാരണം എന്ന എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുമ്പോൾ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളിലുമൊക്കെ സമാന വികാരം ഉയർന്നു വരുമ്പോൾ കേന്ദ്രത്തിനെതിരായ ജനരോഷം മാത്രമല്ല, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ മോദി മാറണം എന്നൊരു വികാരം മാത്രമല്ല, കേരളത്തിൽ ഇത്രയധികം വലിയൊരു തിരിച്ചടി ആഘാതം ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിയതെന്ന വിലയിരുത്തൽ പല തലങ്ങളിലും ഉയരുമ്പോൾ സംസ്ഥാന നേതൃയോഗങ്ങളിലും അതേ വികാരം ഉയർന്നു വരുമോ? ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ അതിന് കാരണക്കാർ ആരാണ്? സ്വാഭാവികമായും സർക്കാരിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടതല്ല, വളരെ മോശമെന്ന വിമർശനം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നു. പാർട്ടിക്കുള്ളിലും അത്തരം വിമർശനങ്ങളുണ്ട്. അത് CPMന്റെ സംസ്ഥാന നേതൃയോഗങ്ങളും ഉയർന്നു വരുമെങ്കിൽ സ്വാഭാവികമായും തുടർഭരണത്തിന്റെ അവകാശി മുഖ്യമന്ത്രി എന്ന വിലയിരുത്തിയ പാർട്ടി അങ്ങനെ അത്തരത്തിൽ
ഈ തിരിച്ചടിയുടെ കാരണക്കാരനും അതിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രി എന്ന ചൂണ്ടിക്കാണിച്ച് പറയാൻ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. സ്വാഭാവികമായി മുഖ്യമന്ത്രി മാറണമെന്ന അഭിപ്രായം ഘടകകക്ഷികളുടെ നേതൃത്വം ഉണ്ടാകുന്നുണ്ടെങ്കിലും CPM അത്തരമൊരു നിലപാടിലേക്ക് പോകില്ല. പിണറായി വിജയനെ മാറ്റിക്കൊണ്ടൊരു തിരുത്തലിന് CPM തയ്യാറാകില്ല. പക്ഷേ മുഖ്യമന്ത്രി ശൈലി മാറ്റണം, സമീപനത്തിൽ തിരുത്തൽ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ CPM-നും വളരെ വലിയ ഒരു സംഖ്യയുണ്ട്. അത് നേതൃത്വങ്ങളിൽ ആ വികാരം പ്രതിഫലിക്കുമോ എന്നാണ് അറിയേണ്ടത്. കേന്ദ്ര നേതൃത്വവും വലിയ രീതിയിൽ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ തിരിച്ചുപോക്കിനെ ആശങ്കയോടുകൂടി കാണുന്നുണ്ട്. കേന്ദ്ര നേതാക്കളുടെ പ്രതികരണമെല്ലാം അതാണ് സൂചിപ്പിക്കുന്നത്. കേരളമില്ലെങ്കിൽ ഒരിടവുമില്ലാത്ത അവസ്ഥയിലേക്ക് CPM മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ തിരുത്തൽ അനിവാര്യമായ നിലപാട് കേന്ദ്ര നേതൃത്വം കൂടി സ്വീകരിച്ചാൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള തിരുത്തലിലേക്ക് സർക്കാർ പോകും, CPM പോകും. സർക്കാരിലും മാറ്റങ്ങളുണ്ടാകും. കെ രാധാകൃഷ്ണന് പകരം ഒരു മന്ത്രി വരുന്നതിനപ്പുറത്തേക്കുള്ള മാറ്റങ്ങൾ സർക്കാരിൽ ഉണ്ടായേക്കാം. സർക്കാരിന്റെ മുൻഗണനകൾ, സർക്കാരിന്റെ സമീപനങ്ങൾ, മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ ജനങ്ങളുടെ ഇടപെടലുകളിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് CPM കടന്നേക്കാം. ഏതായാലും ചർച്ചകളിൽ ഏതു തരത്തിലുള്ള വികാരം ഉയർന്നു വരും, താഴെത്തട്ടിലുള്ള വികാരം അതേപടി പ്രതിഫലിപ്പിക്കാൻ നേതാക്കൾ തയ്യാറാകുമോ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനമൊക്കെ അതേ രീതിയിൽ പാർട്ടിക്കുള്ളിലുണ്ടാകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഏതായാലും 5 ദിവസങ്ങളിലായി ചേരുന്ന CPM-ന്റെ നേതൃയോഗങ്ങളിൽ ശക്തമായ വിമർശനങ്ങളും സ്വയം വിമർശനവും ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത്. അത് എത്രത്തോളം മുഖ്യമന്ത്രിക്കെതിരെ തിരിയും, മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം മാറ്റണമെന്ന് ആവശ്യമുയരുമെന്നൊക്കെ കണ്ടു തന്നെ അറിയണം. ഏതായാലും ചരിത്രത്തിലില്ലാത്ത ഒരു തിരിച്ചടിയിലേക്ക് CPM പോകുമ്പോൾ അത് മറികടക്കാനുള്ള തന്ത്രങ്ങളും വഴികളുമാണ് ഈ നേതൃയോഗങ്ങളിൽ CPM തേടുന്നത്. കേരളത്തിലുള്ള 9 രാജ്യസഭാ സീറ്റുകളിൽ 5ലും മുസ്ലിങ്ങളെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഇടത് വലത് മുന്നണികൾ മുസ്ലിം പ്രീണനം നടത്തുന്നു. മതവിവേചനവും വിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രൈസ്തവരാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത്. ഇന്ന് പുറത്തിറങ്ങിയ യോഗനാഥം മാസികയുടെ മുഖപ്രസംഗത്തിലാണ് വിമർശനങ്ങൾ. യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാനും തയ്യാറെന്നും വെള്ളാപ്പള്ളി മുഖപ്രസംഗത്തിൽ കുറിച്ചു. ന്യൂനപക്ഷ പ്രീണനമാണ് ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് SNDPയുടെ മുഖമാസികയായ യോഗനാഥത്തിൽ യോഗം ജനറൽ സെക്രട്ടറിയുടെ തുറന്നെഴുത്ത്. ഇടത് വലത് മുന്നണികൾ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുവെന്ന് പറയുമ്പോഴും വെള്ളാപ്പള്ളിയും SNDP യോഗവും ലക്ഷ്യമിടുന്നത് പ്രധാനമായും ഇടതുപക്ഷത്തെയാണ്. ജനസംഖ്യയുടെ പകുതിയിലേറെ വരുന്ന ഹിന്ദുക്കൾക്ക് തിരഞ്ഞെടുപ്പിൽ ലഭ്യമായത് വെറും 2 സീറ്റുകൾ മാത്രമാണ്. മതവിവേചനവും വിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രൈസ്തവരാണ് സുരേഷ് ഗോപിയെ തൃശൂരിൽ വിജയിപ്പിച്ചതെന്നും എഡിറ്റോറിയൽ വ്യക്തമാക്കുന്നു. സത്യം പറഞ്ഞവർ ക്രൂശിക്കപ്പെട്ടതാണ് ചരിത്രം. രക്തസാക്ഷിയാകാൻ തയ്യാറാണെന്നും വെള്ളാപ്പള്ളി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ന്യൂനപക്ഷ പ്രീണനത്തിൽ സർക്കാരിനെതിരായ സമീപനം വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചിരുന്നു. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് പരസ്യ പിന്തുണ നൽകുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഈഴവ വോട്ടുകൾക്ക് പ്രാധാന്യമുണ്ടായ മേഖലകളിലെല്ലാം CPM BJPക്ക് പിന്നിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. പാർട്ടി കെട്ടിപ്പിടിക്കുന്നതിൽ മുന്നിൽ നിന്ന ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങളിൽ അതൃപ്തി പുകയുമ്പോഴും നേതൃത്വം പ്രശ്നപരിഹാരത്തിനായി കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്ന വിമർശനവുമുണ്ട്. സാമൂഹിക സാമ്പത്തിക സർവേ നടത്താൻ എഡിറ്റോറിയൽ ലേഖനത്തിലൂടെ വെല്ലുവിളിക്കുന്ന വെള്ളാപ്പള്ളി സർവേ നടത്തിയാൽ ഉന്നയിച്ച ആരോപണങ്ങൾ വ്യക്തമാണെന്ന് മനസ്സിലാകുമെന്നും പറയുന്നു. ന്യൂസ് 18 ആലപ്പുഴ. ഇന്ദിരാഗാന്ധി പരാമർശത്തിൽ തെറ്റ് പറ്റിയിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവും കോൺഗ്രസിന്റെ മാതാവ് ഇന്ദിരാഗാന്ധി എന്നുമാണ് പറഞ്ഞത്. തെറ്റായി പ്രചരിപ്പിച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇല്ല എന്ന് ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളൊക്കെ ഭാഷയുടെ ഈ കോണ്ടെക്സ്റ്റുവൽ മീനിങ് മനസ്സിലാകുന്ന ആൾക്കാരല്ലേ. ഞാൻ എന്താ പറഞ്ഞത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ, അതിന് ഫൗണ്ടേഴ്സ് ഉണ്ടാവാം, കോ ഫൗണ്ടേഴ്സ് ഉണ്ടാവാം, പക്ഷേ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ്. ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ്, അല്ലാതെ രാഷ്ട്രപിതാവ്
മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന വ്യംഗ്യം പോലും അതിൽ ഇല്ല. ഇത് തീർത്ത് പറഞ്ഞു. സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട സർക്കുലർ വായിക്കുന്നതിനെ ചൊല്ലി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കം. സർക്കുലർ കത്തിച്ചും കീറിയെറിഞ്ഞും വിമത വിഭാഗം പ്രതിഷേധിച്ചപ്പോൾ ഉദയംപേരൂർ സുനഹദോസ് പള്ളിയിൽ സർക്കുലർ വായിക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കം കയ്യാങ്കളിയിലേക്ക് എത്തി. ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളിക്ക് പുറത്തും സമാന അന്തരീക്ഷമായിരുന്നു. സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയ രീതിയിലുള്ള ഒരു തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നതാണ്. ജൂലൈ 3-നകം ഈ കുർബാന ഏകീകരണം കർശനമായി നടപ്പാക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സഭാ നേതൃത്വം തന്നെ അറിയിച്ച സർക്കുലർ അത് പള്ളികളിൽ വായിക്കാനെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ജൂലൈ 4 മുതൽ ഇത് നടപ്പാക്കാത്ത പുരോഹിതരടക്കം സഭയ്ക്ക് പുറത്തെന്ന വളരെ വ്യക്തമായ നിർദ്ദേശമാണ് ഇതിലുള്ളത്. അതോടൊപ്പം തന്നെയും അന്നു മുതൽ ഈ സഭാ പുരോഹിതർ തന്നെയും സഭാവൃത്തിയുമായി ബന്ധപ്പെട്ട കൂതാശകൾ നൽകുന്നതിനടക്കം വിവാഹങ്ങൾ നടത്തിക്കൊടുക്കുന്നതിന് പോലും സാധുതയില്ല എന്ന് വളരെ തീവ്രമായി തന്നെ അതിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കർശനമായൊരു നടപടികളിലേക്ക് സഭ ഔദ്യോഗികമായി കടക്കുന്നു എന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് സർക്കുലർ പുറത്തുവന്നത്. ഈ സർക്കുലറിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയും പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കൂടുതലും വൈദികരും ഒരു വലിയ വിഭാഗം വിശ്വാസികളും പിന്തുണയ്ക്കുന്ന വിമത വിഭാഗത്തിനാണ് ഭൂരിപക്ഷമുള്ളത്. അതുകൊണ്ട് തന്നെയും സഭയുടെ നേരത്തെയുള്ള പല ഉത്തരവുകളും വായിക്കാത്തതുപോലെ ഈ സർക്കുലറും അവർ തള്ളുകയാണ് ഉണ്ടായത്. 357ഓളം വരുന്ന ഇടവകകളിൽ വളരെ കുറച്ചിടങ്ങളിൽ മാത്രമാണ് ഇത് വായിക്കാൻ ഉള്ളൊരു സാഹചര്യമുണ്ടായത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കും ഇത് കടന്നു വന്നുവെന്നാണ്. ആദ്യം സർക്കുലർ കത്തിച്ചുകൊണ്ട് പല പള്ളികൾക്ക് മുന്നിലും തന്നെയും പ്രതിഷേധങ്ങൾ വിമത വിഭാഗത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. എളംകുളം ലിറ്റിൽ ഫ്ലവർ ചർച്ചിന് മുന്നിൽ ചവറ്റുകുട്ടയിലേക്ക് സർക്കുലർ എറിഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം. മറ്റു ചില സ്ഥലങ്ങളിൽ സർക്കുലർ കത്തിക്കുകയും ചെയ്തു. എല്ലാവരും കൈയ്യടി കത്തിക്ക് ഉദയംപേരൂർ സുനഹദോസ പള്ളിയിൽ സർക്കുലർ വായിക്കാത്തത് ചോദ്യം ചെയ്തുകൊണ്ട് ഔദ്യോഗിക പക്ഷത്തെ വിശ്വാസികൾ രംഗത്ത് വന്നു. അവർ എന്തുകൊണ്ട് ഇത് വായിക്കുന്നില്ല എന്ന് ചോദിച്ചു. മറുവിഭാഗവും അതിനെ എതിർത്തുകൊണ്ട് ആ പള്ളിക്കകത്ത് തന്നെ ശബ്ദമുയർത്തിയതോടെ പള്ളിക്കകത്ത് വലിയ രീതിയിലുള്ളൊരു സംഘർഷത്തിലേക്ക് സാഹചര്യങ്ങൾ നീണ്ടു. കിട്ടിയ ലേഖനവും എനിക്ക് വായിക്കേണ്ട ആവശ്യമില്ല. ദയവായിട്ട് കുർബാനയെ തടസ്സപ്പെടുത്തരുത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കണം. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ഇടപ്പള്ളി സെന്റ് ജോർജ് ഫെറോന പള്ളിക്ക് മുന്നിലായിരുന്നു പിന്നീട് മറ്റൊരു വലിയ പ്രതിഷേധമുണ്ടായത്. ഇരുവിഭാഗം വിശ്വാസികൾ ചേരി തിരിഞ്ഞുകൊണ്ട് ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അവിടെ പള്ളിയിൽ സർക്കുലർ വായിച്ചിരുന്നില്ല. എന്നാൽ സർക്കുലർ വായിക്കാത്ത പള്ളികൾക്ക് പുറത്ത് തങ്ങളത് വായിക്കുമെന്ന് ഔദ്യോഗിക പക്ഷത്തെ അനുകൂലിക്കുന്ന വിശ്വാസ സംഘം അതിൽ വ്യക്തമാക്കിയിരുന്നു. അവർ പള്ളിക്ക് പുറത്ത് പള്ളിയുടെ കപ്പേളയോട് ചേർന്ന് നിന്നുകൊണ്ട് അത് വായിക്കാനുള്ള ശ്രമം നടത്തിയതിനെ ചോദ്യം ചെയ്തതാണ് പിന്നീട് രണ്ടു വിഭാഗവും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് വന്നതും പോലീസിന് ഇടപെടേണ്ടി വന്നതും. ഒരു ത്രിത്വസ്തുതിയും ചൊല്ലി കുർബാന ഏകീകരണ വിഷയം ഇപ്പോൾ സിറോ മലബാർ സഭയിൽ വലിയ തർക്കങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അതിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് വലിയ സങ്കീർണമായ പ്രശ്നങ്ങളുള്ളത്. മറ്റിടങ്ങളിൽ താരതമ്യേന ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അത് ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് മാറുന്നു എന്നതിന്റെ സൂചനകളാണ് ലഭിക്കുന്നത്. ജൂലൈ 3-നകം ഇത് നടപ്പാക്കിയില്ല എങ്കിൽ അങ്ങനെയുള്ള വിശ്വാസികളും അതോടൊപ്പം വൈദികരും സഭയ്ക്ക് പുറത്ത് എന്നാണ് സഭാ നേതൃത്വം തന്നെ അറിയിച്ചിട്ടുള്ളത്.
കൂതാശകളടക്കം ഇവർക്ക് വിലക്കപ്പെടും, അല്ലെങ്കിൽ അവർക്ക് മറ്റു രൂപതകളിലോ അതിരൂപതകളിലോ അതിനെ ആശ്രയിക്കേണ്ടി വരും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ ഇത് അംഗീകരിക്കാത്ത പക്ഷം ഇതിന് സാധുതയില്ല എന്നാണ് സഭാ നേതൃത്വം വ്യക്തമാക്കുന്നത്. വലിയ പ്രതിസന്ധികളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ചർച്ചയുടെ ഇനി ഒരു ഇടം അവശേഷിക്കുന്നില്ല എന്ന സൂചനകളാണ് നൽകുന്നത്. സഭാ സിനഡ് ഒരു ദിവസം കൂടി ഈ വിഷയത്തിൽ ചേരാനിരിക്കെ ഇനി എന്ത് എന്ന വലിയ ചോദ്യമാണ് ബാക്കിയാകുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇരുധ്രുവങ്ങളിലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സിപിഎം ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ട് സർക്കാരിനെതിരെയാണ്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള സിപിഐ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറയാൻ ആരെങ്കിലും മുന്നോട്ട് വന്നല്ലോ എന്നായിരുന്നു വി ഡി സതീശന്റെ പരിഹാസം. പോരാളി ഷാജി പ്രധാനപ്പെട്ട ഒരു സിപിഎം നേതാവിന്റെ സംവിധാനമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇടത് സൈബർ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം തുടരുന്നതിനിടെയാണ് സതീശന്റെ പ്രതികരണം. സിപിഎമ്മിൽ സംഭവിക്കുന്നത് ജീർണതയെന്നും സതീശൻ വിമർശിച്ചു. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശികളായ രണ്ടുപേരുടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങി. ഇതിത്താനം സ്വദേശി ശ്രീഹരിയുടെയും പായിപ്പാട് സ്വദേശി ശ്രീഹരിയുടെയും സംസ്കാര ചടങ്ങുകളാണ് നടക്കുന്നത്. പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ സംസ്കാരം നാളെയാണ്. തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് സി ഉമ്മന്റെ സംസ്കാര ചടങ്ങുകളും ഉടൻ നടക്കും. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്തും തിരുവല്ലയിൽ നിന്ന് ശശി നാരായണനും ചേരുന്നു. ശ്രീജിത്തിലേക്ക് സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണോ? ഏത് തരത്തിൽ ആണ് നാട്ടുകാരും ഉറ്റവരും പ്രിയപ്പെട്ടവർക്ക് വിട ചൊല്ലുന്നത്? അപർണ, ശ്രീഹരിയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകളുള്ളത്. ഇന്ന് രാവിലെ ഏതാണ്ട് 7:30 തന്നെ തുരുത്തിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. ആ സമയം മുതൽ തന്നെ നിരവധി ആളുകൾ, നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ശ്രീഹരിക്ക് അന്തിമോപചാരം അർപ്പിച്ചു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ്, ഒപ്പം തന്നെ ജോസ് കെ മാണി MP, DCC അധ്യക്ഷൻ നാട്ടകം സുരേഷ്, അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ നേതൃത്വങ്ങൾ ഇവിടേക്ക് ഈത്തിത്താനത്തെ ഈ വസതിയിലേക്ക് എത്തിച്ചേർന്നു. വീടിനുള്ളിൽ വെച്ചായിരുന്നു വായ്ക്കരിയിടുന്ന അടക്കമുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. വീടിനുള്ളിലായിരുന്നു പൊതുദർശനവും ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ ചിതയിലേക്ക് ഏതാണ്ട് 1:10 മൃതദേഹം ചിതയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ചിത കൊളുത്തുന്നതിന് തൊട്ട് മുൻപുള്ള കർമ്മങ്ങൾ തുടരുകയാണ്. ശ്രീഹരിയുടെ സഹോദരൻ തന്നെയാണ് ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത്. എന്തായാലും വളരെ വേദനയോടുകൂടി ഈ കുടുംബം ഒന്നാകെ, ഈ നാടൊന്നാകെ ശ്രീഹരിയുടെ വേർപാടിൽ വേദനിക്കുന്ന കാഴ്ചയാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ കാണാൻ സാധിച്ചത്. അല്പസമയം മുമ്പ് ശ്രീഹരിയുടെ അമ്മ ദീപയെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. വളരെ വേദനയോടുകൂടി പൊട്ടിക്കരയുന്ന ഒരു അമ്മയുടെ കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ വിവിധയിടങ്ങളിൽ കണ്ട ആ കാഴ്ചയുടെ ഒരു തുടർച്ച തന്നെയാണ് ഇത്തിത്താനത്തെ ശ്രീഹരിയുടെ വീട്ടിലും കാണാൻ സാധിച്ചത്. സമാനമായിരുന്നു ഷിബു വർഗീസിന്റെ വീട്ടിലും. പായിപ്പാട് ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. ഏതാണ്ട് 11:30 സെന്റ് ജോർജ് പള്ളിയുടെ പാരിഷ് ഹാളിലേക്ക് മൃതദേഹം കൊണ്ടുവന്നു. അതിനുശേഷം അവിടെ രാവിലെ മുതൽ വിവിധ ഘട്ടങ്ങളായി വൈദികർ നേതൃത്വം നൽകിയ സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. അതും ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ജനപ്രതിനിധികളും നാടിന്റെ ഒന്നാകെ ആദരം വരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ശ്രീഹരിയെ സംബന്ധിച്ച് ശ്രീഹരി കേവലം ഏതാണ്ട് 8 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ കുവൈറ്റിലേക്ക് എത്തിയിട്ട്. അവിടെ പിതാവ് പ്രദീപും ശ്രീഹരിയും ഇതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുകയായിരുന്നു. പക്ഷേ 2 സ്ഥലത്തായിരുന്നു താമസം. അവിടെ എത്തി 8-ാം ദിവസമാണ് ഈ ദാരുണമായ അന്ത്യം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ചിതയിൽ വിറകുകൾ അടുക്കി അത് തീ കൊളുത്തുന്നതിനുള്ള അവസാനഘട്ട കർമ്മങ്ങളിലേക്ക് കടക്കുകയാണ്. ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 സഹോദരങ്ങളാണ് ശ്രീഹരിക്ക് ഉള്ളത്. നാളെയാണ് സ്റ്റെഫിന്റെ സംസ്കാര ചടങ്ങുകൾ പാമ്പാടിയിൽ നടക്കുക.
ഏതാണ്ട് എല്ലാ കുടുംബങ്ങളും നാടൊന്നാകെയും ആകെ ആ ഒരു വേദനയിൽ ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ശ്രീഹരിയുടെ ഇളയ സഹോദരനെ എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹമാണ് ഈ ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. അതിനുവേണ്ടിയുള്ള കർമ്മങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഉള്ളിൽ വായ്ക്കരിയിടുന്ന അടക്കമുള്ള ചർമ്മങ്ങൾ പൂർത്തിയായത്. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് ചിതയിൽ വെച്ച് കൂടിയിട്ട ശേഷമാണ് ഈ ചടങ്ങുകളിലേക്ക് കടങ്ങുന്നത്. എന്തായാലും ചിതയ്ക്ക് തീ കൊളുത്തുന്നതോടുകൂടി സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയാകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ ജനസഞ്ചയം തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ കുടുംബവുമായി പരിചയമുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള നിരവധി ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു. എന്തായാലും ചിതയ്ക്ക് തീ കൊളുത്തിയിരിക്കുന്നു. സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ പൂർത്തിയാകുകയാണ്. അപർണ. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശികളുടെ സംസ്കാര ചടങ്ങാണ്. ശ്രീഹരിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുകയാണ്. ഇപ്പോൾ പാമ്പാടി സ്വദേശിയായ സ്റ്റെഫിൻ്റെ സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് സി ഉമ്മൻ്റെ സംസ്കാര ചടങ്ങുകളും ഉടൻ നടക്കും. ശശിനാരായണനും നമുക്കൊപ്പം ചേരുന്നു. ശശി, സംസ്കാര ചടങ്ങുകൾ എപ്പോഴത്തേക്ക് പൂർണ്ണമാകും? എത്രത്തോളം വേദനയോടുകൂടി നാട് വിട ചൊല്ലുകയാണ് അവർക്ക്? അപർണ, ഇന്നലെ 4 മണിക്കാണ് മേപ്രാൽ സ്വദേശി തോമസ് സി ഉമ്മന്റെ മൃതശരീരം വീട്ടിലെത്തിച്ചത്. ആ സമയം മുതൽ പൊതുദർശന ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി വീട്ടിലെത്തുന്നത്. വിശ്വാസികളായ ആളുകളും ഒപ്പം മന്ത്രി വീണ ജോർജ്, സിപിഎം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു തുടങ്ങിയ ജനപ്രതികളും നേതാക്കളും അടക്കം വലിയൊരു ജനസഞ്ചയം തന്നെ നേപ്പാളിലെ വീട്ടിലെത്തി ഇന്നലെ മുതൽ തോമസ് സി ഉമ്മന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. 2 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങ് നടക്കുക. നേപ്പാൾ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അല്പസമയത്തിനും തന്നെ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോകും. എന്തായാലും വലിയ അതീവ ദുഃഖത്തിലാണ് ഈ കുടുംബവും നാട്ടുകാരും. ആകസ്മികമായുള്ള അദ്ദേഹത്തിന്റെ വേർപാട്, ഈ കുവൈറ്റിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് പെട്ടെന്നുണ്ടായ വേർപാട് കുടുംബത്തിനുണ്ടാക്കിയ നഷ്ടം വലിയ നഷ്ടം തന്നെയാണ്. ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾ നേപ്പാളിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ 4 മണിക്ക് തുടങ്ങിയ പൊതുദർശന ചടങ്ങ് ഇപ്പോഴും തുടരുകയാണ്. വലിയ ദുഃഖമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ചടങ്ങ് നടക്കുന്നത്. നേപ്പാൾ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ 2 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. വിശ്വാസികളും പുരോഹിതന്മാരും അടക്കമുള്ള ആളുകൾ ഇപ്പോൾ തോമസ് സി ഉമ്മന്റെ വീട്ടിലേക്ക് എത്തി കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപർണ. തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് സി ഉമ്മന്റെ സംസ്കാര ചടങ്ങുകളും പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നു. വിവരങ്ങളാണ് ശശിനാരായണനും നൽകിയത്. 2 മണ്ഡലങ്ങളിലും വിജയിച്ചതിനാൽ രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന കാര്യത്തിൽ തീരുമാനം ഉടൻ. റായ്ബറേലിയോ വയനാടോ സീറ്റുകളിൽ ഏത് നിലനിർത്തണമെന്ന കാര്യത്തിൽ ഇന്നോ നാളെയോ തീരുമാനമറിയാം. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നാൽ 14 ദിവസത്തിനുള്ളിൽ തീരുമാനം അറിയിക്കണമെന്നാണ് ചട്ടം. മറ്റന്നാൾ കാലാവധി അവസാനിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നോ നാളെയോ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ വയനാട് ഒഴിയുമെന്ന് KPCC അധ്യക്ഷൻ തന്നെ സൂചന നൽകിയിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്ന മണ്ഡലമാണ് വയനാട് എന്നതിനാൽ വൈകാരികമായ അടുപ്പമുണ്ട് രാഹുൽ ഗാന്ധിക്ക്. പാർട്ടിയുടെ വിശാലമായ താൽപര്യം സംരക്ഷിക്കാൻ റായ്ബറേലിയും കൂടെ നിർത്തണം. രാഹുൽ ഒഴിയുന്നത് ഏത് മണ്ഡലമാണോ അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. വയനാട്ടിലും റായ്ബറേലിയിലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന തീരുമാനം വരുമെന്ന രാഹുലിന്റെ പ്രതികരണം പ്രിയങ്കയുടെ മത്സര സാധ്യതയായും കാണുന്നുണ്ട്. വിവാദങ്ങൾക്ക് പിന്നാലെ തൃശൂർ DCC താൽക്കാലിക അധ്യക്ഷനായി ചുമതലയേറ്റ് VK ശ്രീകണ്ഠൻ MP. പ്രശ്നങ്ങൾ പരിഹരിച്ച് ജില്ലാ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് VK ശ്രീകണ്ഠൻ പറഞ്ഞു. തൃശൂരിലെ പരാജയത്തിന് ശേഷം ഭാരവാഹികളെ മാറ്റിയതല്ല, അവരത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചതാണ്. ഇപ്പോൾ തൃശൂർ DCC പ്രസിഡന്റിന്റെ ചുമതല എനിക്ക് നൽകിയിരിക്കുകയാണ്. പാർട്ടി നൽകിയ ഉത്തരവാദിത്വം വളരെ ആത്മാർത്ഥമായി നിർവഹിക്കാൻ വേണ്ടി എത്തിയതാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെന്ന് കരുതി എല്ലാം അവസാനിക്കുന്നില്ല. അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം.
തൃത്താലയിൽ രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ വാഹനം ഇടിച്ചു തെറിപ്പിച്ച ശേഷം പ്രതി കാറുമായി പോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് പോലീസുകാരനെ ഇടിച്ചിട്ടത്. ഇയാളുടെ മകൻ അലനാണ് വാഹനം ഓടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ശശികുമാറിനെ പരിക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇത് ഇന്നലെ റേഞ്ചിൽ കോമ്പിംഗ് ആയിരുന്നു. കോമ്പിങ്ങിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നൈറ്റ് പട്രോളിങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നു. അവർ ഈ പരിക്ക് പറ്റിയ ചെയ്യും വാഹന പരിശോധന നടത്തായിരുന്നു. അപ്പം അവർ ഈ വണ്ടി അവിടെ സംശയാസ്പദ സാഹചര്യത്തിൽ കിടക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് വന്നപ്പോൾ വണ്ടി പെട്ടെന്ന് റിവേഴ്സ് എടുത്തു. അവിടെ തന്നെ പെട്ടെന്ന് ഈ വണ്ടി ഇടിച്ച് ഈ പരിക്ക് പറ്റിയ പോലീസുകാരനെ ഇടിച്ച് തെറിപ്പിച്ചു പോകാനുണ്ടായിരുന്നു. വണ്ടീൻ്റെ അടിയിൽ പിടിച്ചതാണ്. തൃത്താല പരിദൂർ മംഗലത്ത് രാത്രിയിൽ പോലീസ് പരിശോധനയ്ക്കിടെയാണ് SIയെ ഇടിച്ചു കൊല്ലാൻ ശ്രമം നടന്നിട്ടുള്ളത്. ദുരൂഹ സാഹചര്യത്തിൽ പരിദൂർ മംഗലത്തെ റോഡ് സൈഡിൽ കാർ കണ്ടെത്തുകയും തുടർന്ന് പോലീസിനെ കണ്ടതും ഈ കാർ മുന്നോട്ടെടുക്കുകയും ചെയ്തു. പോലീസ് കൈകാട്ടിയെങ്കിലും പോലീസിനെ ഇടിച്ചു വീഴ്ത്തുകയാണ് ഉണ്ടായത്. ഇടിയേറ്റ് തൃത്താല ഗ്രേഡ് SI ആയ ശശികുമാറിനാണ് പരിക്കേറ്റത്. ഇടിച്ച് കാറിന്റെ അടിയിലേക്ക് പോയെങ്കിലും അദ്ദേഹത്തിന്റെ കാലിലൂടെ കാർ കയറിയിറങ്ങിപ്പോയി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഗുരുതരമായി തലയ്ക്കും കാലിനും പരിക്കേറ്റ ശശികുമാറിനെ SI ശശികുമാറിനെ കുന്നംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അദ്ദേഹത്തിന് കൂടുതൽ ശസ്ത്രക്രിയയോ മറ്റോ വേണ്ടി വന്നാൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്കോ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലേക്കോ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും ഈ ദുരൂഹ സാഹചര്യത്തിൽ ഈ വാഹനം കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത്. എന്തായാലും ഈ കാറിന്റെ RC ഓണർ അഭിലാഷാണ്. അഭിലാഷിന്റെ മകൻ അലനും അയാളുടെ സുഹൃത്തായ ഒരാളുമാണ് കാറിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമാവുന്ന വിവരം. മുറയ്ക്കാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. അഭിലാഷ് ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അഭിലാഷിനെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പക്ഷേ സംഭവം നടക്കുമ്പോൾ ആ കാറിൽ അഭിലാഷ് ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കാർ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ, അതായത് ഈ അപകടം നടന്ന ഉടനെ കാർ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ, 5 മിനിറ്റിനകം തന്നെ കാർ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ, ടൗണിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സംഭവം ഉണ്ടായ അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ SIയുടെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരും പറയുന്നു വളരെ ആസൂത്രിതമായുള്ള രീതിയിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ ഇടിച്ചു വീഴ്ത്തിയെന്ന് പറയുന്നു. ഇത് ഇന്നലെ റേഞ്ചിൽ കോമ്പിംഗ് ആയിരുന്നു. കോമ്പിങ്ങിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നൈറ്റ് പട്രോളിങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നു. അവർ ഈ പരിക്ക് പറ്റിയ ചെയ്യും വാഹന പരിശോധന നടത്തായിരുന്നു. അപ്പം അവർ ഈ വണ്ടി അവിടെ സംശയാസ്പദ സാഹചര്യത്തിൽ കിടക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ വണ്ടി പെട്ടെന്ന് റിവേഴ്സ് എടുത്തു. അവിടെ തന്നെ പെട്ടെന്ന് ഈ വണ്ടി ഇടിച്ച് ഈ പരിക്ക് പറ്റിയ പോലീസുകാരനെ ഇടിച്ച് തെറിപ്പിച്ചു പോകാനുണ്ടായിരുന്നു. വണ്ടീൻ്റെ അടിയിൽ പിടിച്ചതാണ്. നമുക്കറിയാം, ഈ പ്രദേശങ്ങളിൽ മുമ്പും ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് സംഘങ്ങളെല്ലാം സജീവമാണ്. അതുപോലെ തന്നെ മയക്കുമരുന്ന് സംഘങ്ങളും സജീവമാണ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതായത് ഈ മലപ്പുറവുമായി അതിരിടുന്ന പ്രദേശവും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയുമായി അതിരിടുന്ന പാലക്കാട് ജില്ലയിലെ തൃത്താല അതുപോലെ തന്നെ കൂറ്റനാട് ഈ ഭാഗങ്ങളിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ പോലീസ് പരിശോധന ശക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം. അതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് പരിശോധനയ്ക്കിടയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. തൃത്താല SIയെ വണ്ടിയിടിച്ച കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു. പ്രതി അലനാണ് പിടിയിലായത്. പട്ടാമ്പിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. രാത്രികാല പരിശോധനയ്ക്കിടെയാണ് പോലീസുകാരനെ വാഹനം ഇടിച്ച് തെറിപ്പിച്ച ശേഷം പ്രതി കാറുമായി പോയത്. ആ CCTV ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചിരുന്നത്. ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് പോലീസുകാരനെ ഇടിച്ചിട്ടത്. അഭിലാഷിന്റെ മകൻ അലനായിരുന്നു വാഹനം ഓടിച്ചത്. അലനാണ് പിടിയിലായിരിക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ശശികുമാർ ഇപ്പോൾ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിക്കുകളുണ്ട്. പട്ടാമ്പിയിൽ നിന്നുകൂടിയാണ് പ്രതി അലൻ പിടിയിലായിരിക്കുന്നത്. വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, എപ്പോഴാണ് ഇയാൾ പിടിയിലായത്? അപർണ, അല്പസമയം മുമ്പാണ് പ്രതി അലൻ പിടിയിലായിട്ടുള്ളത്. വാഹന പരിശോധനയ്ക്കിടയിൽ തൃത്താലയിൽ വെച്ച് ആണ് ഇന്നലെ രാത്രിയിലാണ് SIയെ കാറിടിച്ച് വീഴ്ത്തി കൊല്ലാൻ ശ്രമിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രതിയുടെ പിതാവായ അഭിലാഷിന്റെ പേരിലുള്ളതായിരുന്നു ഈ
പോളോ കാറ്. ഇത് സംബന്ധിച്ചുള്ള ഇത് കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് മകനാണ് എടുത്തിട്ട് പോയത് എന്ന് അദ്ദേഹം മൊഴി നൽകി. തുടർന്നാണ് ഈ അലനെ പിടികൂടാനുള്ള ശ്രമം ആരംഭിച്ചത്. അലൻ കൂടാതെ മറ്റൊരാൾ കൂടി വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. 2 പേർ വാഹനത്തിലുണ്ടായിരുന്നു. ഇനി മറ്റൊരാളെ കിട്ടേണ്ടതുണ്ട്. അയാൾ ആരാണ് എന്നുള്ളത് ഇയാളെ, അതായത് അലനെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. രാത്രി വാഹന പരിശോധനയ്ക്കിടയിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ട കാറ് പോലീസിനെ കണ്ടതും എടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് പോലീസ് കൈ കാണിച്ചപ്പോൾ SIയെ ഇടിച്ചിട്ട ശേഷം കാർ കടന്നു കളഞ്ഞു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്തായാലും പ്രതി ഉടൻ തന്നെ പിടിയിലാവും എന്ന് തന്നെ രാവിലെ മുതൽ തന്നെ പോലീസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചു. പട്ടാമ്പിയിൽ വെച്ചാണ് പ്രതി പിടിയിലായിട്ടുള്ളത്. കാറ് വീട്ടിൽ നിന്ന് അല്പസമയം മുമ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഒരാളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അത് ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം നടക്കുകയാണ്. എന്തായാലും അയാളെ ഉടൻ പിടികൂടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ്. ദിനേശ് വിവരങ്ങൾ നൽകിയത്. കുടുംബ പ്രശ്നത്തിൽ കേസെടുക്കാത്തതിനാൽ ഭർത്താവ് പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു. ചിതറ പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നത്തിൽ പോലീസ് കേസെടുത്തില്ലെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ചിതറ പുതുശ്ശേരി സ്വദേശി ധർമ്മദാസാണ് ജീപ്പിന്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചത്. ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള വസ്തു വിറ്റ് 3 ലക്ഷം രൂപ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. അത് ഭാര്യ എടുത്ത് ഭാര്യയുടെ വീട്ടുകാർക്ക് നൽകിയെന്നാണ് ധർമ്മദാസിന്റെ പരാതി. ഭാര്യയുടെ പേരിൽ മോഷണത്തിന് കേസെടുക്കണമെന്ന് ധർമ്മദാസ് വാശി പിടിച്ചു. പൊതുമുതൽ നശിപ്പിച്ചതിന് ഇയാൾക്കെതിരെ കേസെടുത്തു. ഇടുക്കി പൈനാവിൽ അമ്മായിയമ്മയും കൊച്ചുമകളെയും തീവെച്ചു കൊല്ലാൻ ശ്രമിച്ചയാൾ പിടിയിലായി. അമ്മായിയമ്മയും ബന്ധുക്കളും താമസിച്ചിരുന്ന വീടുകൾക്ക് തീവെച്ച് രക്ഷപ്പെടുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. പൈനാവ് കൊച്ചുമലയിൽ അന്നക്കുട്ടിയുടെ വീടിനും മകൻ ലിൻസ് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിനുമാണ് തീയിട്ടത്. അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവ് കഞ്ഞിക്കുഴി സ്വദേശി നിരപ്പേൽ സന്തോഷാണ് തമിഴ്നാട് അതിർത്തിയിലെ ബോഡിമെട്ടിൽ പിടിയിലായത്. പുലർച്ചെ 3 മണിയോടെയാണ് ഇടുക്കി പൈനാവ് 56 കോളനിയിലുള്ള 2 വീടുകൾക്കും തീ പടർന്നതായി സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് സ്ഥലത്തെത്തിയ ഇടുക്കി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചെങ്കിലും ഒരു വീട് പൂർണ്ണമായി കത്തിനശിച്ചു. സംഭവ സമയം 2 വീടുകളിലും ആരും ഉണ്ടായിരുന്നില്ല. ഇക്കഴിഞ്ഞ 6-ന് ഭാര്യ വീട്ടിലെത്തിയ സന്തോഷ് അന്നക്കുട്ടിയെയും 2.5 വയസ്സുള്ള കൊച്ചുമകളെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ അന്നക്കുട്ടിയും കൊച്ചുമകളും കോട്ടയം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്കുവേണ്ടി തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഇടുക്കി പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. ഇയാൾ തന്നെയാവാം വീടുകൾക്ക് തീയിട്ടത് എന്നാണ് നിഗമനം. രാവിലെ 6 മണിയോടെ പൈനാവിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിനിടെ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിലാണ് പ്രതി സന്തോഷ് പിടിയിലായത്. ന്യൂസ് 18 ഇടുക്കി. തൃശൂരും പാലക്കാടും പുലർച്ചെ വീണ്ടും ഭൂചലനം. പുലർച്ചെ 3:56 ഭൂചലനമുണ്ടായത്. തൃത്താല, ആനക്കര, കപ്പൂർ, തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. സെക്കൻഡുകൾ മാത്രമായിരുന്നു ധരിക്കാം. കുന്നംകുളം, എരുമപ്പെട്ടി, വടക്കാഞ്ചേരി, വേലൂർ മേഖലകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. കൊട്ടാരക്കര പുത്തൂരിൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് അറസ്റ്റിലായി. തെക്കുംചേരി സ്വദേശി അജിത്ത് ലാലാണ് അറസ്റ്റിലായത്. ഭാര്യ 25 വയസ്സുള്ള സുകന്യയാണ് ഇയാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇരുവരും തമ്മിലുണ്ടായ കുടുംബ വഴക്കിനെ തുടർന്ന് അജിത്ത് ലാൽ കുപ്പിയിൽ കരുതിയിരുന്ന പെട്രോൾ യുവതിയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയും തീ കൊളുത്താനായി ശ്രമിക്കുകയായിരുന്നു. പ്രാണരക്ഷാർത്ഥം യുവതി ഓടി സമീപത്തെ വീട്ടിൽ കയറി. പുത്തൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അജിത്ത് ലാലിനെ അറസ്റ്റ് ചെയ്തു. മുൻപും ഇയാൾ സമാനമായ രീതിയിൽ സുകന്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊച്ചി കോർപ്പറേഷനിൽ മാലിന്യ സംസ്കരണത്തിനുള്ള വാഹനങ്ങളുടെ കരാർ സംബന്ധിച്ച് അഴിമതി ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. കരാർ പുതുക്കി നൽകാതെ ഒരാൾക്ക് തന്നെ സ്ഥിരമായി കരാർ കിട്ടുന്നുവെന്ന പരാതിയിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. 2021 ആദ്യമായി ടിപ്പർ ലോറികൾക്കും ഹിറ്റാച്ചുകൾക്കും വേണ്ടിയുള്ള ടെൻഡർ MA താഹ എന്നയാൾക്ക് കരാർ ലഭിച്ചത്. അടുത്ത വർഷം കാലാവധി അവസാനിച്ചെങ്കിലും അന്നത്തെ സെക്രട്ടറി കരാർ നീട്ടി നൽകി. അതിപ്പോഴും തുടരുകയാണ്. മാലിന്യ സംസ്കരണ വാഹനങ്ങളുടെ കരാറിൽ അഴിമതി നടന്നുവെന്ന വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പ്രതിപക്ഷം മേയർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയത്. പാലക്കാട് മണ്ണാർക്കാട് കൊമ്പംകുണ്ട് കോളനിയിലെ 17 ആദിവാസി കുടുംബങ്ങൾ നരകയാതനയിൽ. കൈവശരേഖയില്ലാത്ത ഭൂമിയിലെ തകർന്നു വീഴാറായ വീടുകളിൽ അന്തിയുറങ്ങുന്നത് കുട്ടികൾ ഉൾപ്പെടെ 85 മനുഷ്യരാണ്.
ദുരിതങ്ങളുടെ പെരുമഴക്കാലത്ത് ശുചിമുറി പോലുമില്ലാത്ത വീടുകളിൽ കഴിയുന്ന ആദിവാസികളോട് സർക്കാരും കനിവൊന്നും കാണിക്കുന്നില്ല. തെൻകര പഞ്ചായത്തിലെ കൊമ്പംകുണ്ട് കോളനിയിൽ മുടുകർ വിഭാഗത്തിൽപ്പെട്ട 17 കുടുംബങ്ങളാണ് ദുരിതങ്ങളുടെ നടുവിൽ. ഏതു സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന വീടുകൾ. ചുമരിടിഞ്ഞു വീണ വീട്ടിൽ നിന്ന് കഴിഞ്ഞ മഴക്കാലത്താണ് ഒരു കുടുംബം മാറി താമസിച്ചത്. ശുചിമുറിയും ശുദ്ധജലവും അപ്രാപ്യമാണ്. മലയിറങ്ങിയാലേ ഒരു തുള്ളി വെള്ളം കിട്ടുകയുള്ളൂവെന്ന അവസ്ഥ. ആരെങ്കിലും വിളിച്ചാ പോണം, അല്ല വേറൊരു പണിയില്ല. പിന്നെ പഞ്ചായത്ത് പണിക്ക് കിട്ടുമ്പോ എടുക്കും. അവരോട് ചോദിക്കുമ്പോ അവരൊക്കെ വിവരമുള്ള ആൾക്കാരല്ലേ, ഒന്ന് തരണ്ടേ, തന്നാലല്ലേ മേടിക്കാനാവുള്ളൂ. എനിക്ക് എന്റെ മകന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നടക്കണില്ല. കൊറൊക്കെ ഞാൻ പറയുന്നുണ്ടോ എല്ലാവരോടും കൊണ്ടുപോകാന്ന്, ആരും സ്വീകരിക്കണില്ല. അതാണ് എനിക്ക്. അതിന്റെ തന്തയില്ല, അച്ഛൻ മരിച്ച കൊല്ലങ്ങളായി. എന്റെ കുട്ടികളെ ഞാനൊന്നും നോക്കുന്നുള്ളൂ, വേറെ ആരുമില്ല. കേസുള്ളതിനാൽ ഭൂമിക്ക് കൈവശരേഖയില്ലാത്തതിനാൽ ലൈഫിൽ വീട് അനുവദിക്കാനാവില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ നിലപാട്. നികുതി സ്വീകരിക്കുന്നില്ലെങ്കിലും റേഷൻ കാർഡുണ്ട്. സാങ്കേതിക ന്യായം നിരത്തി സർക്കാർ കേന്ദ്രങ്ങൾ കൈയൊഴിയുമ്പോൾ പെരുമഴയെത്താവുന്ന മണ്ണിന്റെ മക്കൾ. അത് ഞങ്ങൾ കുറേയൊക്കെ അപേക്ഷകളൊക്കെ കൊടുത്താണ്, അവർ ശരിയാക്കി തരുന്നില്ല. മെമ്പർമാരോടൊക്കെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചതാണ്, ഇന്നത്തെ വരെ അത് കണ്ടെത്തിയിട്ടില്ല. അതിൻ്റെ ഒരു ഇത് ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്നത് മാത്രം. ഇതിന് അടിപ്പെട്ടായ നീതിയൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇല്ലാത്തത് അവരുണ്ടാക്കി തരുന്നുമില്ല. ഞങ്ങൾ കുറെ പറയണമുണ്ട്, അവര് ശരിയാക്കി തരാം ഇങ്ങനെ പറച്ചിലുണ്ട്. അവര് ശരിയാക്കി തരുന്നില്ല. കോളനിയിലെ ദൈവപ്പുര നിലംപൊത്തിയിട്ട് വർഷങ്ങളായി. വീടുകളൊന്നും യാതൊരു വിധത്തിലുമുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നുമില്ല. ഭൂമി സംബന്ധമായ വ്യവഹാരം നീണ്ടുപോകയാൽ കോളനിയിലുള്ളവരെ തൽക്കാലത്തേക്കെങ്കിലും മാറ്റി താമസിപ്പിക്കാനുള്ള നടപടിയിലേക്ക് അധികൃതർ കടന്നതുമില്ല. എന്താ ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറഞ്ഞ പിന്നെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും, അങ്ങനത്തെ സ്ഥിതിയാണ് ഇവിടെ. പക്ഷെ പോകാനും പറ്റില്ല. പറഞ്ഞ ഇവിടുത്തെ പണ്ടുള്ള ആൾക്കാർ ഇവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു, ആ കാരണം ഇവിടുന്ന് പെട്ടെന്ന് പോകാനൊന്നും പറ്റില്ല. എന്നാലും പോകാൻ കുറച്ച് മടിയുണ്ട്. പറഞ്ഞ മുത്തശ്ശിമാരൊക്കെ ഇവിടെ ഉള്ളത് ആദ്യം ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ പോകാൻ പറഞ്ഞാലും പോകാനൊന്നും പറ്റില്ല. ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കോടികൾ ചെലവഴിക്കുന്ന നാട്ടിലാണ് അധസ്ഥിത വിഭാഗം ദുരിത വഴിയിൽ കിടക്കുന്നത്. ആദിവാസി ചരിത്രത്തോളം പഴക്കമുണ്ട് അവർക്കെതിരെയുള്ള നീതി നിഷേധവും. കാലമേറെ കഴിഞ്ഞിട്ടും അതിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. കൈവശ ഭൂമിയിൽ പോലും അവകാശം നിഷേധിക്കപ്പെടുന്ന കുറെ മനുഷ്യരെയാണ് ഞങ്ങൾ ഇവിടെയും കണ്ടത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ ബയോമൈനിംഗ് പുരോഗമിക്കുകയാണ്. 2.93 ലക്ഷം മെട്രിക് ടൺ മാലിന്യങ്ങളാണ് ഇതുവരെ സംസ്കരിച്ചത്. BPCLന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റും പൂർത്തീകരിക്കുന്നതോടെ മാലിന്യ സംസ്കരണത്തിൽ ബ്രഹ്മപുരം പുതിയ അധ്യായമാകുമെന്നാണ് പ്രതീക്ഷ. ഈ ദൃശ്യങ്ങൾ ആരു മറന്നാലും കൊച്ചി നിവാസികൾ മറക്കില്ല. കാരണം തീപിടുത്തത്തിന്റെ ദുരിതമത്രയും കൊച്ചിയും പരിസര പ്രദേശങ്ങളും ദീർഘനാൾ ഏറ്റുവാങ്ങിയതാണ്. കൊച്ചിയിലെ ജനങ്ങളെ ശ്വാസം മുട്ടിച്ച ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് ബയോമൈനിംഗ് പദ്ധതിയിലൂടെ മുഖം മിനുക്കുകയാണ്. ഇനിയൊരു തീപിടുത്തം ബ്രഹ്മപുരത്ത് ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷ. ബയോമൈനിങ്ങിലൂടെ 2.93 ലക്ഷം മെട്രിക് ടൺ മാലിന്യങ്ങൾ സംസ്കരിച്ചു. 4 ലക്ഷത്തിനടുത്ത മെട്രിക് ടൺ മാലിന്യങ്ങൾ സ്റ്റെബിലൈസേഷൻ നടപടികൾ പൂർത്തിയാക്കി. 1360 ലോഡ് ബയോമൈനിംഗ് വേസ്റ്റുകൾ സിമന്റ് ഫാക്ടറികളിലേക്ക് കയറ്റി അയച്ചു. പ്ലാന്റിലേക്കുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡിന് പകരം നവീകരിച്ച പുതിയ റോഡ് വന്നു. പ്ലാസ്റ്റിക് മലയിൽ എവിടെയെങ്കിലും തീപിടുത്തമുണ്ടാകുമോ എന്ന് നിരീക്ഷിക്കാൻ വാച്ച് ടവറും സ്ഥാപിച്ചിട്ടുണ്ട്. 3000 മെട്രിക് ടൺ മാലിന്യങ്ങൾ വരെ സംസ്കരിക്കാനുള്ള
യന്ത്ര സംവിധാനങ്ങളാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ ഏതെങ്കിലും നിലയിൽ ഒരു തീപിടുത്തം ബ്രഹ്മപുരത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും കൺമുന്നിൽ നിങ്ങൾ കണ്ടതാണ് ഇനിയൊരു തീപിടുത്തം, പ്ലാസ്റ്റിക്കിന്റെ തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരൊറ്റ പ്ലാസ്റ്റിക് മല പോലും ബ്രഹ്മപുരത്ത് അവശേഷിക്കുന്നില്ല എന്നാണ് എനിക്ക് വളരെ ആത്മാർത്ഥമായി നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങളുടെ വീഡിയോ ക്യാമറകളിൽ നിങ്ങൾ കണ്ടതാണ് ഭൂമിയുടെ മേലുള്ള ഏതാണ്ട് മുഴുവൻ പ്ലാസ്റ്റിക്കും ഇവിടെ നിന്ന് മിക്കവാറും നമ്മൾ മാറ്റിക്കഴിഞ്ഞു. മൂന്നാമത് എനിക്ക് പറയാനുള്ള പോയിന്റ്, ഇത്തവണ നമ്മൾ ഇതിന്റെ ക്വാണ്ടിഫൈ ചെയ്തപ്പോൾ, അതായത് എത്ര ലെഗസി വേസ്റ്റ് ഉണ്ടെന്ന് ക്വാണ്ടിഫൈ ചെയ്തപ്പോൾ നിങ്ങൾ കയറി വരുന്ന സ്ഥലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആദ്യത്തെ ബയോമൈനിങ് കമ്പനി ആ 2 സൈഡും മാത്രമായിരുന്നു ബയോമൈൻ ചെയ്തിരുന്നത്. ഷെഡുകൾ ഉണ്ടായിരുന്നു. അതായത് ഞാനും കൂടി കൗൺസിലറായിരുന്ന പ്രൊഫസർ മേഴ്സി വില്യംസിന്റെ, അദ്ദേഹവും അന്ന് കൗൺസിലറാണ്, കാലത്ത് പണിത ബ്രഹ്മപുരത്തെ പഴയ പ്ലാന്റിന്റെ അവശേഷിപ്പുകൾ അവിടെ ഉണ്ട്. നിങ്ങൾ ബ്രഹ്മപുരം ഫയറിന്റെ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അന്ന് ആ റൂഫിന്റെ എല്ലാം മുകളിൽ, അതായത് താഴെ മുതൽ മുകളിലേക്കെല്ലാം പൈൽസ് ഓഫ് ഗാർബേജ് ആയിരുന്നു. അപ്പൊ അതുകൂടി നമ്മൾ ഇത്തവണത്തെ ബയോമൈനിങ്ങിൽ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു. മാലിന്യ സംസ്കരണത്തിനായുള്ള ബ്ലാക്ക് സോൾട്ട് GS ഫ്ലൈ എന്ന പട്ടാളപ്പുഴു പ്ലാന്റുകളും സജ്ജമാണ്. കൊച്ചി കോർപ്പറേഷൻ സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ച് 50 ടൺ ശേഷിയുള്ള 2 പ്ലാന്റുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇനിയൊരു തീപിടുത്തം ഉണ്ടാകില്ല എന്ന ആശ്വാസത്തിലും വിശ്വാസത്തിലുമാണ് കൊച്ചി നഗരം. ന്യൂസ് 18 കൊച്ചി. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മകളുമായി കേരളത്തിൽ നാളെ ബലിപെരുന്നാൾ. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപെരുന്നാൾ. ഒമാനിൽ നാളെയായിരിക്കും പെരുന്നാൾ. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് ബലിപെരുന്നാൾ. യുക്രൈൻ സമാധാന ഉച്ചകോടി സ്വിറ്റ്സർലൻഡിൽ തുടങ്ങി. യുക്രൈനിലെ തുടരുന്ന സംഘർഷാവസ്ഥ അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ലോകരാജ്യങ്ങളുടെ പിന്തുണ തേടിയിരുന്നു. 90 രാജ്യങ്ങളിലെയും ആഗോള സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല. അർബുദം സ്ഥിരീകരിച്ചതിനു ശേഷം ബ്രിട്ടനിലെ വെയിൽസ് രാജകുമാരി കേറ്റ് മിഡിൽട്ടൺ ആദ്യമായി പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടു. ബ്രിട്ടനിലെ ചാൾസ് രാജാവിന്റെ പിറന്നാളാഘോഷത്തിന്റെ ഭാഗമായ മിലിറ്ററി പരേഡിലാണ് കേറ്റ് മിഡിൽട്ടൺ പങ്കെടുത്തത്. 3 കുട്ടികൾക്കൊപ്പമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത്. 3 മാസങ്ങൾക്ക് മുൻപാണ് 42-കാരിയായ രാജകുമാരിക്ക് അർബുദബാധ സ്ഥിരീകരിക്കുകയും കീമോതെറാപ്പിക്ക് വിധേയമാക്കുകയും ചെയ്തത്. കഴിഞ്ഞ ക്രിസ്മസിന് ശേഷം അവർ ഒരു പൊതുപരിപാടികളിലും പങ്കെടുത്തിരുന്നില്ല. ഒഡീഷയിൽ 2.5 പതിറ്റാണ്ടോളം നീണ്ട നവീൻ പട്നായിക് ഭരണകാലമാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ അവസാനിച്ചത്. പുതിയ സർക്കാർ അധികാരത്തിലേൽക്കുന്നതിന് വലിയ വെല്ലുവിളികളാണ് മുന്നിലുള്ളത്. അതിൽ പ്രധാനം മുഖ്യമന്ത്രിക്കായി ഔദ്യോഗിക വസതി പോലും കണ്ടെത്തണമെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 24 വർഷവും സ്വന്തം വീടാണ് നവീൻ പട്നായിക് ഓഫീസായും വസതിയായും ഉപയോഗിച്ചത്. ഒഡീഷയിൽ 24 വർഷം നീണ്ടുനിന്ന നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ഭരണം അവസാനിച്ചിരിക്കുകയാണ്. BJP നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരാണ് ഇനി ഇവിടെ ഭരിക്കാൻ പോകുന്നത്. സംസ്ഥാനത്തിന് പുതിയ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ പുതിയ മുഖ്യമന്ത്രിയുടെ വസതിയും ഓഫീസുമെല്ലാം ശരിയാക്കണമെന്ന അവസ്ഥയാണ്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടോളം ഒഡീഷയിലെ ഭരണചക്രം തിരിച്ച നവീൻ പട്നായിക് സ്വന്തം വസതിയായ നവീൻ നിവാസിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. 2000-ൽ ആദ്യമായി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തന്നെ സ്വന്തം വീട് മുഖ്യമന്ത്രിയുടെ ഓഫീസാക്കി മാറ്റാൻ നവീൻ പട്നായിക് തീരുമാനിക്കുകയായിരുന്നു. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇത് പുതിയ കീഴ്വഴക്കമായിരുന്നു. ഈ 24 വർഷത്തിനിടയിൽ സുപ്രധാന ഓഫീസ് ജോലികളും നയരൂപീകരണവുമെല്ലാം നടന്നത് നവീൻ നിവാസിൽ വെച്ച് തന്നെയാണ്. നവീൻ പട്നായിക്കിന്റെ പിതാവും മുൻ ഒഡീഷ മുഖ്യമന്ത്രിയുമായ ബിജു പട്നായിക് നിർമ്മിച്ച വീടാണ് നവീൻ നിവാസ്. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയെന്ന റെക്കോർഡ് പൂർത്തിയാക്കാൻ 1 മാസം കൂടി വേണ്ട സമയത്താണ് നവീൻ പട്നായിക്കിന്റെ പാർട്ടി ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയോട് പരാജയപ്പെട്ടത്. പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതോടൊപ്പം സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കായി പുതിയ ഓഫീസും കണ്ടെത്താനുള്ള തെരച്ചിലിലാണ് BJP. മുഖ്യമന്ത്രിയുടെ ഗ്രീവൻസ് സെൽ അടക്കം നിരവധി കെട്ടിടങ്ങൾ ചുരുക്കപ്പട്ടികയിലുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് പുതിയ ഓഫീസിൽ അധികാരമേറ്റ് ജോലി തുടങ്ങാൻ സാധിക്കില്ല. നിലവിൽ താൽക്കാലികമായ ഒരിടത്തായിരിക്കും മുഖ്യമന്ത്രി കഴിയുക. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ കെട്ടിടം നവീകരിച്ച് അതിലേക്ക് മാറും. സംസ്ഥാന ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു സ്യൂട്ട് ഒരുക്കാനാണ് ശ്രമിക്കുന്നത്.
മുൻ മുഖ്യമന്ത്രിമാരായ ഹേമാനന്ദ ബിസ്വാൾ, ജാനകി വല്ലഭ് പട്നായിക് എന്നിവർ കഴിഞ്ഞിരുന്നത് ഭുവനേശ്വർ ക്ലബിന് തൊട്ടടുത്തുള്ള ഒറ്റനില കെട്ടിടത്തിലായിരുന്നു. 1995 ജെബി പട്നായിക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഓഫീസ് 2 നില കെട്ടിടത്തിലേക്ക് മാറ്റി. ഇപ്പോൾ അതാണ് മുഖ്യമന്ത്രിയുടെ ഗ്രീവൻസ് സെല്ലായി പ്രവർത്തിക്കുന്നത്. പട്നായിക് കുടുംബത്തിന്റെ യഥാർത്ഥ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണ്. അവിടെയാണ് നവീൻ പട്നായിക്കും സഹോദരങ്ങളായ പ്രേമും ഗീതയുമെല്ലാം ജനിച്ചത്. ആനന്ദ് ഭവൻ എന്ന പേരിട്ടിട്ടുള്ള ആ കെട്ടിടം നിലവിലൊരു കെയർടേക്കറാണ് നോക്കി നടത്തുന്നത്. നിലവിൽ ഈ ബംഗ്ലാവ് ഒരു മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒഡീഷയിൽ 147 അംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 78 സീറ്റുകൾ നേടിയാണ് BJP ഇത്തവണ അധികാരം പിടിച്ചത്. 51 സീറ്റുകളാണ് ബിജു ജനതാദളിന് ലഭിച്ചത്. കോൺഗ്രസിന് 14 സീറ്റുകളും ലഭിച്ചു. ലോക്സഭയിലേക്ക് 21 സീറ്റുകളിൽ 20ലും BJPയാണ് വിജയിച്ചത്. 1 സീറ്റ് കോൺഗ്രസിനും ലഭിച്ചു. ഒരൊറ്റ സീറ്റ് പോലും നേടാനാവാതെ കനത്ത തിരിച്ചടിയാണ് BJD നേരിട്ടത്.